Okay. Abo, he was a famous writer in which period? Restoration period writer ആണ് കേട്ടോ ഇയാൾ സാമുവൽ ജോൺസൺ. ഇയാളുടെ ഫേമസ് വർക്കാണ് എ ഡിക്ഷണറി ഓഫ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ദിസ് ഡിക്ഷണറി പബ്ലിഷ്ഡ് ഇൻ 1755 വാസ് എ ഫസ്റ്റ് കോംപ്രഹെൻസീവ് ഇംഗ്ലീഷ് ഡിക്ഷണറി ആൻഡ് റിമൈൻ ദ സ്റ്റാൻഡേർഡ് റെഫറൻസ് വർക്ക് ഫോർ ദി ലാംഗ്വേജ് ഫോർ ഓവർ എ സെഞ്ചുറി. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡിക്ഷണറി അയാളുടെ ഒരു കോൺട്രിബ്യൂഷനാണ് കേട്ടോ. ഏറെക്കുറെ അയാളുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡിക്ഷണറി. Because he made several contributions to dictionary. That's why he is called as a lexicographer. പിന്നെ പറയുകയാണെങ്കിൽ റാംബ്ലർ ആയിട്ടൊരു വർക്കാണ്. അത് ജസ്റ്റ് നോക്കി വെച്ചാൽ മാത്രം മതി, അതിൽ അപ്പുറത്തേക്കൊന്നും നോക്കാനില്ല. പിന്നെ ദ ലൈവ്സ് ഓഫ് ദി പോയിറ്റ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിന് 100 പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ എത്ര പോയിറ്റ്സിനെയാണ് ആ വർക്കിൽ സാമുവൽ ജോൺസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? എത്ര പോയിറ്റ്സിനെയാണ്? 52 പോയിറ്റ്സ് ആണ് കേട്ടോ. 52 പോയിറ്റുകളെ കുറിച്ചിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ആണെന്ത് ദ ലൈവ്സ് ഓഫ് ദി പോയിറ്റ്സ്. ദിസ് സീരീസ് ഓഫ് ബയോഗ്രഫീസ് പബ്ലിഷ്ഡ് ബിറ്റ്വീൻ 1779 to 1781 covers the lives of the works of 52 English poets from Chaucer to Johnson's contemporaries. ചോസർ തുടങ്ങിയിട്ട് ജോൺസന്റെ ഡോക്ടർ സാമുവൽ ജോൺസന്റെ കണ്ടംപററീസ്, അതായത് അദ്ദേഹത്തിന് സമയത്ത് ജീവിച്ചിരുന്ന കുറച്ച് റൈറ്റേഴ്സിൻ്റെയും കൂടി ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഉൾപ്പെടുത്തിയ വർക്കാണ് എന്ത് ദ ലീവ്സ് ഓഫ് പോയിറ്റ്സ്. മറന്നു പോരുത്. ദ ബുക്ക് ഈസ് നോട്ടബിൾ ലീവ്സ് ആൻഡ് വർക്ക്സ് ഓഫ് 52 ഇംഗ്ലീഷ് പോയിറ്റ്സ് ഫ്രം ചോസർ ടു ജോൺസൺ കണ്ടംപററീസ്. ദ ബുക്ക് ഈസ് നോട്ടബിൾ ഫോർ ഇറ്റ്സ് എൻഗേജിങ് ആൻഡ് ഇൻസൈറ്റ്ഫുൾ പ്രോസ് ആസ് വെൽ ആസ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഓൺ ലേറ്റർ ലിറ്റററി ക്രിറ്റിസിസം. അതായത് ഇയാളുടെ വർക്കിൽ പറഞ്ഞതെന്താ വെച്ചാൽ അവരുടെ വർക്കിംഗ് സ്റ്റൈല്, അവരുടെ റൈറ്റിംഗ് സ്റ്റൈല്, അവരുടെ വർക്കുകൾ, അതിനെക്കുറിച്ചുള്ളൊരു ഒരു ഐഡിയ പറഞ്ഞു തരുന്ന ഒരു വർക്കാണെന്ത് ദ ലീവ്സ് ഓഫ് ദി പോയിറ്റ്സ്. ഇൻ വിച്ച് ഇയർ? ഏത് വർഷമാണ്? 1782 ഈ വർക്ക് പബ്ലിഷ് ചെയ്തത് കേട്ടോ, മറന്നു പോകരുത്. റാസൽസ് ആൻഡ് പ്രിൻസ് ഓഫ് അബിസീനിയ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് നോക്കി പോവാം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പഠിച്ചു സാമുവൽ ജോൺസൺ ഹി വാസ് എ ലെക്സിയോഗ്രാഫർ. ആൻഡ് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡിക്ഷണറി ഓഫ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഹു റോട്ട് ഓർ ഹു കമ്പൈൽഡ് ദിസ് ഡിക്ഷണറി? ആരാണ്? സാമുവൽ ജോൺസൺ, ഡോക്ടർ ജോൺസൺ ആണ് കേട്ടോ, മറന്നു പോകരുത്. മറന്നുപോയാൽ മാർക്ക് പോകും. ആൻഡ് ഓൾസോ റിമൈൻഡ് ദിസ് പോയിന്റ് ഉള്ളൂ. ഓൾസോ ദ ലീവ്സ് ഓഫ് ദി പോയിറ്റ്സ് അല്ലേ, നമ്മുടെ 52, അതായത് അയാളുടെ ചോസർ മുതൽ ഇങ്ങോട്ട് അയാളുടെ ആ ഒരു കണ്ടംപററീസ്, അയാളുടെ ആ ഒരു ഇയർ വരെ നിലനിന്നിരുന്ന 52 പോയിറ്റ്സിൻ്റെ ഒരു കൊളാബറേറ്റീവ് വർക്കാണെന്ത് ദ ലീവ്സ് ഓഫ് ദി പോയിറ്റ്സ് ഇൻ 1782. അപ്പോൾ അടുത്ത ആളാണ് ജോസഫ് അഡിസൺ. ഇമ്പോർട്ടൻ്റ് ആണ് ജോസഫ് അഡിസണും റിച്ചാർഡ് സ്റ്റീലും. ഇമ്പോർട്ടൻ്റ് ഓതേഴ്സാണ്. കാരണം ബിക്കോസ് ദേ ആർ ഫേമസ് ഫോർ ദ പീരിയോഡിക്കൽസ്, സ്റ്റാറ്റ്ലർ, സ്പെക്ടേറ്റർ, ഓൾ കുറേ പീരിയോഡിക്കൽസിൽ എഴുതിയിട്ടുണ്ട്. വാട്ട്സ് ഇറ്റ് മീൻ പീരിയോഡിക്കൽസ്? എന്താ വാട്ട്സ് ഇറ്റ് മീൻ പീരിയോഡിക്കൽസ് എന്ന് പറയുമ്പോൾ എന്താ? വാട്ട്സ് ഇറ്റ് മീൻ? എന്താണ് പീരിയോഡിക്കൽസ് എന്ന് പറഞ്ഞാൽ? എന്താടോ ഇപ്പം നിങ്ങൾക്ക് ഏതോ ക്ലാസ് പറഞ്ഞാലും വാട്ട്സ് ഇറ്റ് മീൻ പീരിയോഡിക്കൽസ് ഞങ്ങൾക്ക് പറഞ്ഞാണല്ലോ അതിൻ്റെ ഇതൊക്കെ മീനിങ് ഒക്കെ. അതായത് നിങ്ങൾ വായിക്കുന്ന വനിതയൊക്കെ അല്ലേ, വനിതൻ്റെ ഇതെന്താ? വനിത എങ്ങനെ ഇറങ്ങുക? ഒറ്റ പ്രാവശ്യം വനിത ഇറങ്ങലുള്ളൂ, ഒറ്റ പ്രാവശ്യം ഇറങ്ങലുള്ളൂ അല്ലല്ലോ. അതെന്താണ്? അത് മന്ത്ലി ഓർ വീക്ക്ലി ട്വൈസ് ഇങ്ങനെ ഇറങ്ങാറുള്ളത്. ദാറ്റ് ഈസ് പീരിയോഡിക്കൽസ്. പീരിയോഡിക്കൽസ് എന്താ? ഒരു മന്ത്ലി അല്ലെങ്കിൽ ഒരു വൺസ് ഇൻ എ വീക്ക്, ഇങ്ങനെ ഒരു ടൈം പീരീഡ് വെച്ച് ഇറങ്ങുന്നതാണ് എന്ത് പീരിയോഡിക്കൽസ് എന്ന് പറഞ്ഞാൽ. ഇതിൽ ഇവർ എഴുതുന്ന ടോപ്പിക് എന്തൊക്കെ ആയിരിക്കും? ആ സമയത്തെ കണ്ടംപററി ഇഷ്യൂസ്, ആ സമയത്തെ നിലവിലുള്ള സൊസൈറ്റൽ ഇഷ്യൂസൊക്കെ എഴുതുന്ന ഒരു സംഭവമാണ് എന്ത് പീരിയോഡിക്കൽസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ജോസഫ് അഡിസൺ വാസ് എൻ ഇംഗ്ലീഷ് റൈറ്റർ ആൻഡ് പൊളിറ്റീഷ്യൻ ഹു ലിവ്ഡ് ഫ്രം 1672 to 1719. He is best known for his essays in periodicals which were published in the early 18th century and had a significant impact on the development of English literature. Some of his important works include, ഇത് 4 വർക്കല്ല, ഫസ്റ്റ് 2 വർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ദ ടാറ്റ്ലർ ആൻഡ് സെക്കൻഡ് വൺ ദി സ്പെക്ടേറ്റർ. രണ്ടും പീരിയോഡിക്കൽസ് ആണ്. രണ്ടും ചോദിച്ചിട്ടുണ്ട് എക്സാമിന്, എക്സാം 2 ചോദിച്ചിട്ടുണ്ട്, മറന്നു പോകണ്ട. ദ ടാറ്റ്ലർ അഡിസൺ വാസ് വൺ ഓഫ് ദി കോൺട്രിബ്യൂട്ടേഴ്സ് ടു ഹിസ് പീരിയോഡിക്കൽ. ഹൂ ഇസ് അതർ കോൺട്രിബ്യൂട്ടർ? ടാറ്റ്ലറിൻ്റെ അതർ കോൺട്രിബ്യൂട്ടർ ആരാ? ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അങ്ങനെയായിരുന്നു. ആരായിരുന്നു? റിച്ചാർഡ് സ്റ്റീൽ കേട്ടോ. റിച്ചാർഡ് സ്റ്റീലാണ് അടുത്ത കോൺട്രിബ്യൂട്ടർ ടു വിച്ച് വർക്ക്? ടു ദ ടാറ്റ്ലർ.
Addison was one of the contributors to this periodical, which was published 3 times a week and featured essays on a wide range of topics such as politics, literature, and society. ഇത് ആഴ്ചയിൽ 3 ദിവസമായിരുന്നു ഈ സാധനം ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് എ ടോപ്പിക് ലൈക്ക് വാട്ട് പൊളിറ്റിക്സ്, ലിറ്ററേച്ചർ ആൻഡ് സൊസൈറ്റി. It was a significant influence on the development of English essay. The next one is The Spectator. This daily publication was co-founded and edited by Addison and Richard Steele. This periodical also founded by Richard Steele and Addison. The daily publication is called Spectator. It featured essays and commentary on various aspects of life and was noted for its humor, wit and moral commentary. പിന്നെ കാറ്റോ ട്രാജഡി, ദ ക്യാമ്പെയിൻ, അതൊക്കെ അതിന് വർക്കാണ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ നോക്കിപ്പോകേണ്ട വർക്ക് ഈ രണ്ടെണ്ണമാണ്. ബിക്കോസ് ദേ ആർ ഫേമസ് ഫോർ ദെയർ പീരിയോഡിക്കൽസ്. പീരിയോഡിക്കൽസ് എന്ന് പറഞ്ഞു ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ചയിലോ അല്ലെങ്കിൽ ഒരു മാസത്തിലേക്ക് ഇറങ്ങുന്ന വർക്കുകൾ പേരാണ് നമ്മൾ പീരിയോഡിക്കൽസ്. മറന്നു പോകരുതേ. ദെൻ അടുത്തോളം റിച്ചാർഡ് സ്റ്റീല്. റിച്ചാർഡ് സ്റ്റീലിൻ്റെ കാര്യത്തിൽ നമ്മൾ കോൺഷ്യസ് ലവേഴ്സ് എന്ന് പറയുന്ന ഒരു പ്ലേ നോക്കി വെക്കണം. കാരണം ഇറ്റ് ഈസ് ഓൺലി പ്ലേ റിട്ടൺ ബൈ റിച്ചാർഡ് സ്റ്റീൽ. ഒറ്റ പ്ലേ മാത്രമേ ആയിട്ടുള്ളൂ. കോൺഷ്യസ് ലവേഴ്സ് എന്ന് പറഞ്ഞ ഒറ്റ പ്ലേ മാത്രമേ റിച്ചാർഡ് സ്റ്റീൽ ഇരുന്നുള്ളൂ. അത് ഒന്ന് നോട്ട് ചെയ്ത് പോകണം, മറന്നു പോകരുത്. ടാറ്റ്ലർ സ്പെക്ടേറ്റർ നമ്മൾ മുന്നേ പറഞ്ഞ തന്നെ അതിൻ്റെ കോ-ഫൗണ്ടർ ആയിരുന്നു ആര് റിച്ചാർഡ് സ്റ്റീൽ എന്ന് പറഞ്ഞ ഇയാളും, മറന്നു പോകണ്ട. ദെൻ കോൺഷ്യസ് ലവേഴ്സ് എന്ന് പറയുന്നത് ദിസ് പ്ലേ റിട്ടൺ ബൈ സ്റ്റീൽ വാസ് എ പോപ്പുലർ സക്സസ് ആൻഡ് ഹെൽപ്പ് ടു എസ്റ്റാബ്ലിഷ് ഹിം ആസ് എ മേജർ ലിറ്റററി ഫിഗർ. It's a romantic comedy that deals with themes of love, marriage and social class. Then നമ്മൾ റെസ്റ്റേഷനേജ് കഴിഞ്ഞു, നിവാസലേജ് കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങോട്ട് കടക്കാൻ പോവുകയാണ്? ദ ബ്യൂട്ടിഫുൾ, ദ വെരി ഗുഡ് റൊമാൻറ്റിക് പീരീഡ് അല്ലേ? നമ്മൾ ഈ റൊമാൻറ്റിക് പീരീഡിലേക്ക് കടക്കാൻ പോകണം. എന്താണ് റൊമാൻറ്റിക് പീരീഡ്? വാട്ട് ഈസ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടുവാർഡ്സ് റൊമാൻറ്റിക് പീരീഡ്? വാട്ട് സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്തായിരുന്നു? ഒരു റൊമാൻറ്റിക് പീരീഡിലേക്ക് കടക്കാൻ ഒരു ഇതുണ്ടല്ലോ. റൊമാൻറ്റിക് പീരീഡ് ജസ്റ്റ് തുടങ്ങിയല്ലോ റൊമാൻറ്റിക് പീരീഡ്. അതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ. എന്താ റീസൺ? വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ദ റൊമാൻറ്റിക് പീരീഡ്? പ്രിഫേസ് ലിറിക്കൽ ബലാഡ്സ് ഇൻ 1798 അല്ലേ? ബൈ വില്യം വേർഡ്സ്വർത്ത് ആൻഡ് എസ്.ടി. കോൾറിഡ്ജ് അല്ലേ? അവരുടെ ഒരൊറ്റ വർക്കിൻ്റെ പബ്ലിക്കേഷനോട് കൂടിയാണ് എന്ത് ചെയ്തത്? ആ ലിറ്റററി ഫിഗർ, ആ ലിറ്റററി വേൾഡ് മൊത്തം മാറിയാണ്. ആ ലിറ്റററി വേൾഡ് മൊത്തം ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതുവരെ ഇവർ എഴുതിയ മൊത്തം എന്തായിരുന്നു? They wrote about religion, they wrote about religious and also harmonious, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ. മെയിൻലി they wrote about religion and mainly they wrote about what human thoughts അതിനെക്കുറിച്ച് എഴുതുന്നത്. But after, when it comes to romantic period, though they are ready to, they wrote about what feelings and nature and power of beauty and all these things. ഇവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ എന്ത് ചെയ്യാൻ തുടങ്ങി? എഴുതാൻ തുടങ്ങി അല്ലേ? when it comes to romantic period. So it was first experienced, or it was first introduced by William Wordsworth in his work Lyrical Ballads അല്ലേ? Then why he wrote a preface to this work? Why he wrote a preface? എന്തുകൊണ്ട് ഒരു പ്രിഫേസ് ഉള്ള കാരണം എന്തുകൊണ്ടാ to his work? What's the reason behind it? Why he wrote a preface to his work? എന്തായിരുന്നു പ്രിഫേസ് ഉള്ള കാരണം? എന്തായിരുന്നു? We know that he wrote a preface to his work, right? നമുക്കറിയാം, അത് പ്രിഫേസ് ചെയ്തിട്ട് നമുക്കറിയാം. Why? What's the reason behind that preface? ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. കാരണം എന്താണ്? അന്ന് വരെ പോയംസ് വായിച്ച ആളുകൾക്ക് ഉണ്ടായിരുന്ന ഒരു കൺസംഷനും ഒരു ഐഡിയ ഉണ്ടായി, അവർക്ക് ഒരു ഇതുണ്ടായിരുന്നു, എന്താണ് പോയം എന്നതിനെക്കുറിച്ചൊരു ഇൻട്രോസ്പെക്ഷൻ അവർക്ക് ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ് ചേഞ്ച്ഡ് ബിക്കോസ് ഓഫ് ഹിസ് പബ്ലിക്കേഷൻ അല്ലേ? അത് മാറി. കാരണം ഹി റോട്ട് ഇൻ ദ നോർമൽ പീപ്പിൾസ് ലാംഗ്വേജ്, ലോക്കൽ ലാംഗ്വേജിനാണ് യൂസ് ചെയ്ത അയാളുടെ വർക്കുകൾ. ആൻഡ് ഹി neglected, or he avoided the poetic diction. Poetic diction in the sense rhyme scheme. He didn't use rhyme scheme, and he didn't use rhyme so meters and all in his poetry. If you take to Tintern Abbey, we can't see any rhyme scheme and we can't see any poetic diction that he is used in that poem. അത് ഒരു റൈം സ്കീമോ അല്ലെങ്കിൽ ഒരു പോയിറ്റ് ഡിക്ഷൻ ആൾ വർക്ക് യൂസ് ചെയ്യില്ല. അയാൾക്ക് തോന്നിയ പോലെ എഴുതാ ചെയ്തത്. അപ്പോൾ അതൊക്കെ അന്ന് ഒരു മാറ്റം വന്നപ്പോൾ ദ ഓഡിയൻസ് ഓർ ദ റീഡേഴ്സ് വെയർ they are very amused. അവർ ഭയങ്കരമായിട്ട് അവരെന്ത് ചെയ്തു? അത്ഭുതപ്പെട്ടു. അപ്പോൾ അതിനു വേണ്ടി അതിന് ഒരു ഇത് കൊടുക്കണം, ഒരു നമ്മളെന്ത് കൊടുക്കണം?
അത് റീസൺ നമ്മൾ പറയണം, എന്താണ് ഇതിന് കാരണം. അതുകൊണ്ടാണ് ദാറ്റ്സ് വൈ ഹി റോട്ട് എ പ്രിഫേസ് ടു ഹിസ് വർക്ക് ലിറിക്കൽ ബലാൻസ്. ആൻഡ് ദ പ്രിഫേസ് കം ഇസ് ഇൻ വിച്ച് ഇയർ? ഇൻ 1800-ലാണ്, 1800-കളിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിന് പ്രിഫേസ് ഇറങ്ങുന്നത്. മറന്നു പോയത് കേട്ടോ. ദെൻ നേച്ചർ, ഫോക്കസ്, ഇമാജിനേഷൻ, ഫോക്കസ് ഓൺ പാസ്റ്റ് ഓഫ് മിഡീവലിസം, ഇതൊക്കെ പറഞ്ഞു. പിന്നെ സം ഓഫ് ദി മേജർ റൊമാൻറ്റിക് പോയിറ്റ്സ് ആൻഡ് റൈറ്റേഴ്സ് ഇൻക്ലൂഡ് വില്യം വേർഡ്സ്വർത്ത് ഉണ്ട്, സാമുവൽ എസ്.ടി. കോൾറിഡ്ജ് ഉണ്ട്, ജോൺ കീറ്റ്സ് ഉണ്ട്, പെർസിവൽ ഷെല്ലി ഉണ്ട്, ലോർഡ് ബൈറൺ ഉണ്ട്, വില്യം ബ്ലേക്ക്. എത്രയൊന്നും ആൾക്കാരല്ലേ, ഓരോ ആൾക്കാർ വരാൻ കേട്ടോ. ദീസ് റൈറ്റേഴ്സ് പ്രൊഡ്യൂസ്ഡ് സം ഓഫ് ദി ഗ്രേറ്റസ്റ്റ് വർക്ക്സ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇൻക്ലൂഡിംഗ് വേർഡ്സ്വർത്ത് ലിറിക്കൽ ബലാഡ്സ്, കോൾറിഡ്ജ് ദി റൈം ഓഫ് ദി ആൻഷ്യന്റ് മറൈനർ, കീറ്റ്സ് ഓഡ് ടു നൈറ്റിംഗേൾ, ഷെല്ലീസ് ഒസിമാൻഡിയസ് ആൻഡ് ബൈറൺസ് ഡോൺ ജുവാൻ. ഇതൊക്കെ ആ സമയത്ത് വന്ന ഫേമസ് വർക്ക്സുകളാണ്. മറന്നു പോകരുതേ, ഓർമ്മയിലുണ്ടാവണം. So we are going to discuss the first romantic poet, William Blake. William Blake. William Blake was an English poet, painter and printmaker who lived from 1757 to 1827. He is considered one of the most important figures of the Romantic age, and his works continues to influence literature, art and culture to this day. Some of his important works include Songs of Innocence and Experience, The Marriage of Heaven and Hell, Jerusalem, The Tiger. Tiger important ആണ്. Tiger is an important poem. മറന്നു പോകണ്ട. That's one of the Blake's most famous poem. It explores the nature of creation and the divine. It is a part of his Songs of Experience collection. മറന്നു പോകണ്ട, കളക്ഷൻ ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. Songs of Experience. ഇവിടെ വാങ്ങി കൊടുക്കുന്നുണ്ട്, 2 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ പറഞ്ഞു ദ ടൈഗർ ഈസ് ദി ഇമ്പോർട്ടൻറ്റ് പോയം ഫ്രം ഹൂം? വില്യം ബ്ലേക്ക് കേട്ടോ. ഇനി അടുത്ത വില്യം വേർഡ്സ്വർത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് റൈറ്ററാണ്. ഇയാളുടെ ഓൾമോസ്റ്റ് എല്ലാ വർക്കും നമുക്ക് പഠിക്കാനുള്ളതാണ്. ഫസ്റ്റ് വൺ, Lyrical Ballads. This collection of poems co-authored with Samuel Taylor Coleridge is considered a landmark in English literature. It includes some of Wordsworth's most famous poems such as Tintern Abbey, The Rime of the Ancient Mariner, and the lines written a few miles above Tintern Abbey. അത് ആ ടിൻറ്റൺ ആബിൻ്റെ ഒരു ഫുൾ നെയിം ആണ് കേട്ടോ. ഹു റോഡ് ദ റൈം ഓഫ് ആൻഷ്യന്റ് മറൈനർ? ആരുടെ ഓർക്കാം? റൈം ഓഫ് ദി ആൻഷ്യന്റ് മറൈനർ ആരേത് ഓർക്കാം? കോളേജിൻ്റെ വർക്കാണ് അല്ലേ? ആൻഡ് ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി ലിറിക്കൽ ബലാഡ്സിൽ ഇൻക്ലൂഡ് ചെയ്ത വർക്കാണ്. ആൻഡ്
In that work, they wrote 23 ballads. 23 poems are വർക്കിലുള്ളത്. And among 23, 19 wrote by whom? Wordsworthum. And 4 poems written by whom? Coleridge. മറന്നു പോരുത്, അത് ഓർമ്മ ഉണ്ടാവണം. ആൻഡ് പിന്നെ അടുത്തതാണ് പ്രെല്യൂഡ്. പ്രെല്യൂഡിന് ഇമ്പോർട്ടൻ്റ് വെച്ചാൽ ഇറ്റ്സ് എൻ ഓട്ടോബയോഗ്രഫി പോയം ബൈ വേർഡ്സ്വർത്ത്. വേർഡ്സ്വർത്തിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫി എലമെൻ്റ് ഒരു പോയമാണെന്ത് ടിൻഡേൺ ആബി എന്ന് പറയുന്ന, ടിൻഡേൺ ആബിയിലെ പ്രെല്യൂഡ് എന്ന് പറയുന്ന ആ ഒരു വർക്ക്. അത് മറന്നു പോയത് കേട്ടോ. ഓഡ് ഇൻറ്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി. ദിസ് ഇസ് പോയം ദാറ്റ് എക്സ്പ്ലോർസ് ദ ലോസ് ഓഫ് ദി സെൻസ് ഓഫ് വണ്ടർ ആൻഡ് ജോയ് ദ ചിൽഡ്രൻ എക്സ്പീരിയൻസ് ആസ് ദേ ഗ്രോ അപ്പ്. ഇറ്റ് ഇസ് കൺസിഡേർഡ് വൺ ഓഫ് വേർഡ്സ്വർത്ത് മോസ്റ്റ് പവർഫുൾ ആൻഡ് മൂവിങ് വർക്ക്സ്. അതായത് മനുഷ്യൻ നമ്മൾ വലുതാകണം, നമ്മൾ ഗ്രോണപ്പ് ആവുന്ന സമയത്ത്, വളരുന്ന സമയത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് സംഭവങ്ങൾ അതിനെക്കുറിച്ച് പറയുന്ന വർക്കാണ് എന്ത് ഓഡ് ഇൻറ്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി. ലാസ്റ്റ് വൺ എക്സ്കർഷൻ. ദിസ് ഇസ് എ ലോങ് പോയം എക്സ്പ്ലോർസ് ദ ലൈഫ്സ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ഓർഡിനറി പീപ്പിൾ ലിവിംഗ് ഇൻ ലേക്ക് ഡിസ്ട്രിക്ട്, ദ റീജിയൻ ദാറ്റ് വാസ് സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ഫോർ വേർഡ്സ്വർത്ത്. ആ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഹു ഈസ് നോൺ ആസ് ലേക്ക് പോയറ്റ്. ലേക്ക് പോയറ്റ് വിളിക്കപ്പെടുന്ന ആരൊക്കെയാണ്? ഹു ഈസ് നോൺ ആസ് ലേക്ക് പോയറ്റ് ആരൊക്കെയാണ് വിളിക്കുന്നത്? ആരോടോ? വേർഡ്സ്വർത്ത്. ആ പിന്നെ വേർഡ്സ്വർത്ത് ഉണ്ട്, അത് ഓക്കെ. രണ്ടാം കൂടി വേറുണ്ട്. ബാക്കി രണ്ടാളെ കോളിഡ്ജ് ഒരാളും കൊണ്ട് റോബർട്ട് സാദെ. വെരി ഗുഡ്. ഒരു 3 പേര് ലേക്ക് പോയിറ്റ്സ് അറിയപ്പെടുന്നുണ്ട്, മറന്നു പോരുത്. ടിൻഡേൺ ആബിയുടെ ജസ്റ്റ് ഒന്ന് നോക്കി പോവാം, നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണ് ആ വർക്ക്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി പോയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. Tyndale Abbey is a poem written by William Wordsworth and published in 798 as a part of the Lyrical Ballads collection, which is co-authored with Samuel Coleridge. The poem is considered a quintessential example of romantic poetry, and it explores themes of memory, nature, and the relation between the individual and the larger world. അതായത് ഇയാളൊരു ഓട്ടോബയോഗ്രഫി എലമെൻ്റുള്ള പോയിന്റും കൂടെ, കാരണം ബിക്കോസ് ഹി വിസിറ്റഡ് ദ വൈ റിവർ ഇൻ ദ വാലി ഓഫ് ടിൻഡേൺ. അങ്ങനെ ആ ഒരു ടിൻഡേൺ എന്ന് പറയുന്ന സ്ഥലത്തൂടെ അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ആബി, വാട്ട്സ് ആൻ ആബി? ആബി വാട്ട്സ് മീനിങ്? അതായത് ഈ മോങ്സ് ഒക്കെ ജീവിക്കുന്ന സ്ഥലമല്ലേ, നമ്മൾ ഈ ക്രിസ്ത്യൻ മോങ്സുകളുണ്ട്, മറ്റേ മോങ്സ് എന്താ വിളിക്കുക നമ്മളവരെ, ഈ മൊണാസ്ട്രികളൊക്കെ താമസിക്കുന്ന ആളുകളുണ്ടാവില്ലേ, അവരുടെ മോങ്സ് വിളിക്കുക. അവർ ജീവിച്ചിരുന്ന ഒരു പ്ലേസ് ഉണ്ട്, ദാറ്റ് ഈസ് ആബി. ആബി വാസ് കൊളാപ്സ്ഡ്. അത് ആബി ഒന്നും ഇപ്പോൾ ഇല്ല, അതൊക്കെ ഇപ്പോൾ ഭയങ്കര ഇടിഞ്ഞ് തകർന്ന് കിടക്കുകയാണ്. പക്ഷേ ബിസൈഡ് ദാറ്റ് എ റിവർ ഈസ് ഫ്ലോയിങ്, ദാറ്റ്സ് കോൾഡ് വൈ റിവർ വൈ. ആ വൈ റിവറിൻ്റെ അടുത്തുകൂടെ പോകുന്ന സമയത്ത് വേർഡ്സ്വർത്തിനെ ആലോചിക്കുകയാണ് തൻ്റെ കഴിഞ്ഞു പോയ കാലം. 5 വർഷങ്ങൾക്ക് മുമ്പ് ഇൻ 1793 ഹി വിസിറ്റഡ് ദ വൈ റിവർ വിത്ത് ഹിസ് സിസ്റ്റർ ഡൊറോത്തി വേർഡ്സ്വർത്ത്. വേർഡ്സ്വർത്തുമായിട്ട് ഇയാൾ എന്ത് ചെയ്യണ്ടായിരുന്നു? 5 വർഷങ്ങൾക്ക് മുമ്പ് ഈ വൈ റിവർ വിസിറ്റ് ചെയ്തിട്ടായിരുന്നു. അതുകൊണ്ടാണ് ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ് ആസ് 5 years ഹാവ് പാസ്ഡ്. 5 വർഷം കഴിഞ്ഞ് അവിടെ വന്നിട്ട് ദിസ് പോം ഈസ് റിട്ടൺ ഇൻ 1798. ദിസ് കളക്ഷൻ ഈസ് റിട്ടൺ ഇൻ 1798. ഓക്കെ, നമുക്ക് നോക്കാം. 5 years have passed, 5 summers with the length of 5 long winters, and again I hear these waters rolling from their mountain springs. ഇത് പറയുന്നത് എന്താണ്? 5 വർഷക്കാലം കഴിഞ്ഞു. With the length of long 5 winters, according to them, English people, winter season is the most difficult season for them. അവരെ സംബന്ധിച്ചോളം ഏറ്റവും ഡിഫിക്കൽട്ടായ സീസൺ എന്താണ്? വിൻ്റർ സീസണാണ്. സോ ഹി സേസ് ദാറ്റ് 5 years have passed, 5 വർഷം കഴിഞ്ഞു. വിത്ത് ദ ലെങ്ത് ഓഫ് 5 long വിൻ്റേഴ്സ്. അത്രയ്ക്കും ബുദ്ധിമുട്ടായിരുന്നു ഈ 5 വർഷം. അങ്ങനെ പറഞ്ഞു കേട്ടോ, മറന്നു പോകരുത് ആ ഒരു വർക്ക്. അടുത്ത എസ്.ടി. കോൾറിഡ്ജ് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രൈം ഓഫ് ദി ആൻഷ്യൻ മറൈനർ ആൻഡ് കുബ്ല ഖാൻ, ക്രിസ്റ്റബൽ, ബയോഫിലിട്രിയ, ലിറിക്കൽ ബലാഡ്സ്, ദ കമ്പോസിഷൻ പോയിംസ്, ഓൺ പോയസി ഓഫ് ആർട്ട്. അതിൽ ഇമ്പോർട്ടൻറ്റ് വർക്ക് ബയോഫിലിട്രി ഇമ്പോർട്ടൻ്റ് ബിക്കോസ് അത് നമുക്ക് പഠിക്കാൻ ടെക്സ്റ്റ് ആയിരുന്നു ഡിഗ്രി സിലബസിൽ. ചാപ്റ്റർ 14 ചാപ്റ്റർ 16 പഠിക്കാണ്ടാവും നമുക്ക്, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇറ്റ് കംസ് ഇൻ 1817. ദെൻ ക്രിസ്റ്റബലും ഇമ്പോർട്ടൻ്റ് ആണ്. Kubla Khan, a fragmentary poem that describes a visionary landscape inspired by a dream Coleridge had while under influence of opium. ഓപ്പിയം കറുപ്പടിച്ച് നിൽക്കുന്ന സമയത്ത് തനിക്ക് നോക്കിയൊരു ഇമാജിനറി ലാൻഡിനെ കുറിച്ച് വർക്കുന്നത് കുബ്ല ഖാൻ. നെക്സ്റ്റ് വൺ ദ റൈം ഓഫ് ദി ആൻഷ്യൻ മറൈനർ, അതും അദ്ദേഹത്തിൻ്റെ വർക്കാണ്.
അപ്പോൾ അത്രയേ ഉള്ളൂ അയാളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സാമുവൽ കോളേജ് നോക്കാൻ അത്രയേ ഉള്ളൂ. അതിൽ ബാഗഫിലിറ്ററി ഇമ്പോർട്ടൻ്റ് ഔട്ട്ലുക്ക് ആൻഡ് ക്രിട്ടിക്കൽ വർക്ക് ഇൻ വിച്ച് കോളേജ് ഡിസ്കസ് ഹിസ് ഓൺ പോയറ്റിക് തിയറി ആൻഡ് ദ നേച്ചർ ഓഫ് ദ ഇമാജിനേഷൻ. ഇൻ ദിസ് വർക്ക് ഹീസ് ക്രിട്ടിസൈസ് വേർഡ്സ് വർത്ത്. ഈ വർക്കിലാണ് വേർഡ്സ് വർത്തിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ആര്? നമ്മുടെ ഇയാൾ ആര്? കോളേജ് കേട്ടോ, മറന്നു പോകേണ്ട. ദ വർക്ക്സ് ആൻഡ് ദ ഡേറ്റ്സ് ഫോർ പബ്ലിക്കേഷൻസ്. Wifiltria കൊടുത്തിട്ടുണ്ട്. Wifiltria is an autobiographical work by Samuel Taylor Coleridge, published in 1817. It's a collection of essays, letters and notes in which Coleridge discusses his own intellectual development and his views on literature and philosophy. The work is considered one of the most important and influential works of literary criticism in English language. ഇതിൽ രണ്ട് ഇമാജിനേഷനെ കുറിച്ച് പറയുന്നുണ്ട്. First one is willing suspension of disbelief. എന്താ? Which he argues is necessary for readers to fully engage with works of fiction. He also discusses the difference between primary and secondary imagination, arguing that if so much വോയിസ് കട്ടാവുന്നുണ്ടോ? ചില സമയത്ത് ഇവിടെ റേഞ്ച് ഇഷ്യൂ. ആരെപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ഇന്ന് ക്ലാസ് 8 മണിക്കുള്ള നിങ്ങൾ പറഞ്ഞല്ലേ ഞാൻ എപ്പോൾ ജോയിൻ ചെയ്യുന്നത്? ഓക്കെ. അടുത്ത അതിൽ ഫസ്റ്റ് പോയിന്റ് വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ്. അതെന്നാ സംഭവം? വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് എന്ന് പറഞ്ഞ സംഭവം എന്താ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അങ്ങനെ ടേം കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? കേൾക്കാണ്ട് നിൽക്കില്ല. ഡിഗ്രി പഠിച്ചെല്ലാവരും കേൾക്കുന്ന ഒരു ടേമാണ് ഈ സാധനം, വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ്. ആരും കേട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? ഇല്ലേ? കേട്ടിട്ടുണ്ട് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവം? അതായത് നമ്മൾ ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. അത് അങ്ങനെ വരുമോ, ഇത് ഇങ്ങനെ വരുമോ, അതെന്താ അങ്ങനെ വന്നത്? അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളങ്ങനെ ഡിസ്ബിലീഫുകളൊക്കെ, നമ്മളങ്ങനത്തെ ചിന്തകളൊക്കെ എന്ത് ചെയ്യുക, സസ്പെൻഡ് ചെയ്യുക. എന്നിട്ട് ആ ടെക്സ്റ്റിൽ ഫുള്ളി എൻഗേജ്ഡ് ആവുക. അതാണ് വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് എന്ന് പറയുന്ന ആ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദിസ് ടേം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ബാഗഫിലിട്രിയ 1817 by Coleridge. Okay. Kubla Khan is a famous poem by Samuel Taylor Coleridge, first published in 1816. The poem is widely considered one of the greatest works of English Roman literature. The poem is based on the drama that Coleridge had, in which he saw a magnificent palace built by Kubla Khan, the emperor of China. In the dream, Coleridge saw the palace surrounded. അത് അത്രയേ ഉള്ളൂ. അതായത് ആ ഒപ്പിയം അടിച്ചിരിക്കുന്ന സമയത്ത് തോന്നുന്ന ഇമാജിനറി ലാൻഡിനെ കുറിച്ചൊരു വർക്കാണ് എന്ത് കുബ്ല ഖാൻ എന്ന് പറയുന്ന ഈ ഒരു വർക്ക്. അടുത്താണ് നമുക്ക് PB ഷെല്ലി, പേഴ്സി ബൈസി ഷെല്ലി. ഇമ്പോർട്ടൻ്റ് ആണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് ചോദിച്ചിട്ടുണ്ട്, നെസസിറ്റി ഓഫ് എത്തീസ് എന്ന വർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഹി എക്സ്പെൽഡ് ഫ്രം യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് ബിക്കോസ് ഓഫ് ദിസ് വർക്ക്. ഹീസ് എൻ എത്തീസ്റ്റ്. വാട്ട്സ് എൻ എത്തീസ്റ്റ്? എന്താ വാട്ട്സ് മീനിങ് ഓഫ് എത്തീസ്റ്റ്? നമ്മൾ പഠിച്ചോല്ല വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ, നിരീശ്വരവാദി എന്ന് പറയുമ്പോൾ മലയാളത്തിൽ. So he is an atheist. So he wrote what? Necessity of Atheism, and that particular work expelled him from where? From the University of Oxford. Okay. പിന്നെ അവിടെ വർക്ക് നോക്കാം. Ozymandias, Prometheus Unbound, Adonais, The Mask of Anarchy, and the To Skylark. Okay. മറന്നു പോകണ്ട. ഇതിൽ അഡോണൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് അഡോണൈസ് ഇൻ എലജി ഓഫ് ഹൂം റിട്ടൺ ബൈ മെമ്മറി ഓഫ് ഷെല്ലീസ് ഫ്രണ്ട്. ആരെ കുറിച്ച് ചെയ്യുന്ന അഡോണൈസ് എന്ന് പറഞ്ഞാൽ എലജി? ജോൺ കീറ്റ്സ് മരിച്ച സമയത്ത് എഴുതുന്നൊരു വർക്കാണ് അഡോണൈസ്. മറന്നു പോയത് കേട്ടോ. പ്രൊമിത്തിയസ് അൺബൗണ്ട്, പേഴ്സി ബൈ ഷെല്ലി. പ്രൊമിത്തിയസ് ബൗണ്ട് ആരാ? ഹൂ റോട്ട് പ്രൊമിത്തിയസ് ബൗണ്ട്? ആരാണ്? എസ്കിലസ് കേട്ടോ, മറന്നു പോകരുത് കേട്ടോ. പ്രൊമിത്തിയസ് ബൗണ്ട് എഴുതി എസ്കിലസ് ആണ്. പ്രൊമിത്തിയസ് അൺബൗണ്ട് എഴുതി ആരാണ്? നമ്മുടെ പേഴ്സി ബൈസി ഷെല്ലിയാണ്. എസ്കിലസും ഓർമ്മ ഉണ്ടോ? ഞാൻ പറഞ്ഞത് ഓർമ്മ ഉണ്ടോ? എസ്കിലസ്, സോഫോക്ലീസ്, യൂറിപ്പിഡസ്. പ്രൊമിത്തിയസ് അൺബൗണ്ട് എഴുതിയത് ആരാണ്? ഷെല്ലി ആണെങ്കിൽ പ്രൊമിത്തിയസ് ബൗണ്ട് എഴുതിയത് ആരാ? എസ്കിലസ്. ഹൂ ഇസ് എസ്കിലസ്? പറഞ്ഞ ഓർമ്മ ഉണ്ടോ? എസ്കിലസ്, സോഫോക്ലീസ്, യൂറിപ്പിഡസ്. ഓർമ്മ ഉണ്ടോ? ഓർമ്മ ഉള്ളവനുണ്ടാവും. ഞാൻ സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അരിസ്റ്റോഫെനസ്. ഓർമ്മയില്ല? ആർക്കും ഓർമ്മയില്ല? They are called Greek tragedians, great tragedians of Greek. ഗ്രീക്കിലെ ഗ്രേറ്റ് ട്രജേഡിയൻസ് ആയിരുന്നു എസ്കിലസ്, സോഫോക്ലീസ്, യൂറിപ്പിഡസ്.
Who is Aristophanes? Aristophanes ഏതപ്പോൾ ആരാ? Is the father of Greek comedy. Greek comedian ആയിരുന്നു അരിസ്റ്റോഫൈനസ്. ബാക്കി 3 ആൾക്കാർ ആരൊക്കെയായിരുന്നു? Greek tragedians. Aeschylus, Sophocles and Euripides are called Greek tragedians. Don't forget. അടുത്ത Ozymandias is a sonnet written by Percy Bysshe Shelley and published in 1818. It tells the story of a traveler who comes across the ruins of statue of the ancient Egyptian king Ramses II, who was known by the Greek name Ozymandias. The statue has been toppled and broken over time, and all that remains is inscription on the pedestal, which reads, "My name is Ozymandias, king of kings. Look on my works, aim mighty and aspire." ഇതിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ഓ മൈ നെയിം ഈസ് ഒസിമാൻഡിയസ് എന്നുള്ള ഒരു വേർഡ് ഇല്ലായിരുന്നു ആ ലൈനിൽ. കിങ് ഓഫ് കിങ്സ് മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു വേർഡ് ആ ഒരു ലൈനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു എക്സാമിൽ. ആൻഡ് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ലൈൻസ് ഏത് പോയത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ ഏതാണ് പോയം? ഒസിമാൻഡിയസ് മറക്കുന്നത് പോലെ കേട്ടോ. പിന്നെ അടുത്തത് ടു സ്കൈലാർക്ക് നമുക്കറിയാം. ടു സ്കൈലാർക്ക് is a poem by Percy Bysshe Shelley published in 1820. It is a celebration of the beauty and freedom of nature and is considered one of the Shelley's most beautiful and uplifting works. The poem is addressed to Skylark, which Shelley imagined soaring high above the earth and singing an ecstatic song. അതായത് പറന്നു പോകുന്ന ഒരു സ്കൈലാർക്ക്. വാട്ട് ഇസ് സ്കൈലാർക്ക്? എന്താ ഒരു സ്കൈലാർക്ക്? ആരാ സ്കൈലാർക്ക്? ആരാടോ സ്കൈലാർക്ക്? ഒരു പക്ഷിയാണ്. ആ പക്ഷി ഇങ്ങനെ പറന്ന് പോവാണ്. ഹി വാസ് സോറിങ് ഹൈ ആൻഡ് ഹൈ. അത് ഉയരത്തിലേക്ക് പറന്ന് പോവാണ്. അപ്പോൾ ആ സമയത്ത് ഷെല്ലി പറയാണ്, ഷെല്ലി ചോദിക്കണം ആ പക്ഷിയോട്. ഹി വാസ് സ്റ്റാർട്ടിങ് ദ സോങ് ഹേ ബ്ലൈത്ത് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ആ തുടങ്ങുന്നതാണ് കേട്ടോ. He compares the Skylark's song to a blithe spirit that brings joy and inspiration to all who hear it. നിൻ്റെ ഈ പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും എന്താണ് ഇൻസ്പിറേഷനും ആൻഡ് ഓൾസോ വാട്ട് ജോയും തരുന്നുണ്ട് അങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത്. Shelley celebrates the Skylark's freedom and imagines it as a symbol of the human spirit. Throughout the poem, Shelley uses rich and vivid imagery to evoke the beauty of nature and the power of Skylark's song. To Skylark is considered one of Shelley's most popular and enduring works, and it has been set to music by numerous components. Celebration of nature and the human spirit continues to inspire readers and artists this day. പിന്നെ വന്നിട്ടുള്ള അഡോണൈസ് ഒരു എലജിയാണ്. ഞാൻ പറഞ്ഞു ഓൾറെഡി. കേറ്റ്സിൻ്റെ മലയാളത്തിൽ എഴുതുന്നൊരു എലജിയാണ് അഡോണൈസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ച് നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വേറെ അതിനപ്പുറത്തേക്കൊന്നും അതിലില്ല. പിന്നെ അടുത്താണ് ജോൺ കീറ്റ്സ്. ജോൺ കീറ്റ്സിനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് മുന്നേ വന്നിട്ടുണ്ട്. ഹിസ് ഫേമസ് ഓഡ് ഗ്രേറ്റ് ഓഡ്സ് ഓഫ് 1819 1919 ഇറങ്ങി ഗ്രേറ്റ് ഓടുകൾ ഏതൊക്കെയാണ് ആർക്കും അറിയാമോ? അപ്പം ഒരിക്കൽ പറഞ്ഞു തോന്നണല്ലോ. ഏതോ ഒരു സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ടുണ്ട്. ഓറ്റു ഓട്ടം, ഓറ്റു മെലങ്കോളി, ഓറ്റു നൈറ്റിംഗേൾ, ഓറ്റു സൈക്കി, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ് ഓഡ്സ് ഓഫ് 1819. മറന്നുപോയത് കേട്ടോ. John Keats was a renowned English poet of the Romantic era. Born in London in 1795, he is considered one of the most important poets of the 19th century and he is known for his innovative use of language and vivid imagery. ഇയാൾ 1795 ജനിക്കുന്നു ആൻഡ് ഹിസ് ഡൈഡ് ഇൻ 1821. 1821 മരിക്കുന്നൊരു പോയറ്റാണ്. ഹിസ് ഡൈഡ് ഇൻ ദ ടെൻഡർ ഏജ്. 25-ാമത്തെ വയസ്സിൽ അറ്റ് ദ ഏജ് ഓഫ് 25 ഹീസ് ഡൈഡ് ബിക്കോസ് ഓഫ് ട്യൂബർക്ലോസിസ്. വൈ? Because he take care of his own brother Tom Keats. ടോം കീറ്റ്സ് എന്ന് അദ്ദേഹത്തിൻ്റെ ബ്രദറിനെ ടേക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇയാൾക്ക് എന്തിട്ടുണ്ട് ട്യൂബർക്ലോസിസ് എന്ന് പറഞ്ഞാൽ രോഗം കിട്ടുന്നു. ദാറ്റ്സ് വൈ ഹി ഡൈഡ്. ഓക്കെ, അതായത് കൂടി ഡൈഡ് ഓഫ് ട്യൂബർക്ലോസിസ്. ഇമ്പോർട്ടൻ്റ് കൊടുത്ത് മറന്നു പോയത് കേട്ടോ, ബിക്കോസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അദ്ദേഹം ഫേമസ് വർക്ക്സ് കൊടുത്തിട്ടുണ്ട്. പോയംസ് 1817. ദാറ്റ്സ് ദ ഫസ്റ്റ് കളക്ഷൻ ഓഫ് പോയട്രി ബൈ ഹൂം? ഷേക്സ്പിയർ. സോറി നോട്ട് ഷേക്സ്പിയർ, ജോൺ കീറ്റ്സ്. പിന്നെ എൻഡീമിയൻ അതിൻ്റെ വർക്കാണ്. അടുത്തത് ലാമിയ ഇസബെല്ല, ദ ഈവ് ഓഫ് സെൻറ്റ് ആഗ്നസ് ആൻഡ് അതർ പോയിംസും ഇതിൻ്റെ വർക്കാണ്. ഹൈപ്പീരിയൻ, ദെൻ ഓൾസോ ദ ഫാൾ ഓഫ് ഹൈപ്പീരിയൻ, ഓഡ്സ്, ലെറ്റേഴ്സ്, ഇത്രയാണ് അതിൻ്റെ വർക്കുകൾ. അതൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ, മറന്നു പോകരുത്. ഓട്ട് നൈറ്റിംഗേൾ, ഓടുന്ന ഗ്രേഷ്യന്, ഇതൊക്കെ അതിൻ്റെ വർക്കുകൾ. പോട്ടെ, അതേക്കുറിച്ചൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓട്ട് നൈറ്റിംഗേൾ, അത് സോഡ് ഇൻ മെഡിറ്റേഷൻ ഓൺ ദ പവർ ഓഫ് പോയട്രി ആൻഡ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. കീറ്റ്സ് റിഫ്ലെക്ട്സ് ഓൺ നൈറ്റിംഗേൾ സോങ്സ് ആൻഡ് എസ്കേപ്പ്
ഇറ്റ് പ്രൊവൈഡ്സ് ഫ്രം ദ പെയിൻസ് ആൻഡ് സൊറോസ് ഓഫ് ലൈഫ്. അങ്ങനെ ഏറ്റവും പാട്ട് കേട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മനുഷ്യൻ്റെ ആ പീപ്പിൾസിൻ്റെ സോറോസും പെയിൻസൊക്കെ പോകുന്ന ആര് പറയുന്നത്, ജോൺ കീറ്റ്സ് പറയുന്നത്. ഓൺ ക്രിയേഷനാണ്. ദിസ് ഓൾ ഇസ് എ കണ്ടംപ്ലേഷൻ ഓഫ് ആർട്ട് ബ്യൂട്ടി ആൻഡ് ദ ഹ്യൂമൻ എക്സ്പീരിയൻസ്. കീസ് റിഫ്ലെക്ട്സ് ദ സീൻസ് depicted on the urn and imagines the stories behind them. ഒരു ഏൺ, അതായത് വാട്ട്സ് ഇനി ഏൺ, നമ്മൾ ഈ മരിച്ചു കഴിഞ്ഞാൽ ആഷസ് ഇട്ടുള്ള സാധനം ഉണ്ടല്ലോ, അതാണ് ഏൺ എന്ന് പറഞ്ഞാൽ. അതിലുള്ള ആ ഒരു ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ കാണുന്ന ആ ഒരു ഏണിനെ കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ട് എഴുതുകയാണ് ആര്, നമ്മളെ ജോൺ കീറ്റ്സ്. അങ്ങനെ എഴുതി വർക്കാണ് എന്ത്, ഓൺ ഓൺ ക്രിയേഷനാണ് കേട്ടോ, മറന്നുപോയത്. ഓൺ ഇൻഡോളൻസ്, ഓ ടു സൈക്കി, ഓ ടു ഓട്ടം, ഓ ടു മെലങ്കോളി, ഇതും അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കാണ്, മറന്നു പോകണ്ട. നാച്ചുറൽ കൊടുത്തിട്ടുണ്ട്. മൈ ഹാർട്ട് ഏച്ചസ് ആൻഡ് ഡ്രൗസി നംനെസ് പെയിൻസ്. അതിന് ഫസ്റ്റ് ലൈനാണ് കേട്ടോ. ഓട്ട് മൈ ഹാർട്ട് ഏച്ചസ് ആൻഡ് ഡ്രൗസി നംനെസ് പെയിൻസ്. ആ ഫസ്റ്റ് ലൈനിൽ ഓർത്ത് വെച്ചോണ്ട് മറന്നു പോരുത്. വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് പോയിംസ് ബൈ ജോൺ കീറ്റ്സ്, published in 1919 as a part of his collection of odes. The poem reflects on the power of poetry and the beauty of nature, using the nightingale as a symbol of escape from the pains and sorrows of life. Here is the first stanza of the poem. My heart aches and a drowsy numbness pains. ഇതോട് ക്രിയേഷനുള്ള ഒരു പോയമാണ്. ദോ സ്റ്റിൽ അൺട്രാവിഷ്ഡ് ബ്രൈഡ് ഓഫ് ക്വയറ്റ്നെസ്, അങ്ങനെ പറഞ്ഞിട്ടാണ് ആ പോയം തുടങ്ങുന്നത്. ആ ഫസ്റ്റ് ലൈൻ ജസ്റ്റ് ഒന്ന് ഓർമ്മയിലുണ്ടായിക്കോട്ടെ, മറന്നു പോകണ്ട. ക്രിയേഷൻ വൺ ഓഫ് ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് പോയിംസ് ബൈ ജോൺ കീറ്റ്സ്, പബ്ലിഷ്ഡ് ഇൻ 1819 ആസ് എ പാർട്ട് ഓഫ് ഹിസ് കളക്ഷൻ ഓഫ് ഓഡ്സ്. കളക്ഷൻ ഓഫ് ഓഡ്സ് വിളിക്കുന്ന പേര് ഗ്രേറ്റ് ഓഡ്സ് ഓഫ് 1819 നമ്മൾ കളക്ഷൻ വിളിക്കുന്ന പേര് കേട്ടോ, മറന്നു പോരുത്. പിന്നെ ലോർഡ് ബൈറണും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാറോ, ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. നല്ല ത്രോട്ട് പെയിൻ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് എക്സസൈസ് ക്ലാസ് കൊടുക്കാണ്ട്, അപ്പോൾ എല്ലാം കൂടി നമുക്ക് ബുദ്ധിമുട്ടാവും. ബാക്കി നിങ്ങൾക്ക് നാളെയും ക്ലാസ് ഉണ്ടാവും കേട്ടോ. ഇനി മിക്കവാറും ക്ലാസ് നിങ്ങൾക്ക് റെഗുലർ ക്ലാസ് ഉണ്ടാവേ. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഞാനൊരു 30 ക്ലാസ്സെല്ലാം എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സിലബസ് കവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ 30 ക്ലാസ് 35, 40 ആവും. അത് ടൈം കുറക്കുന്നതുകൊണ്ടാണ് വിഷയം കേട്ടോ. അപ്പോൾ എല്ലാവരും ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഇപ്പോൾ ഓരോ ദിവസം പഠിപ്പിച്ച് തരുന്നത് എന്ത് ചെയ്യുക, അന്നാന്ന് പഠിക്കുക. നാളേക്ക് വെക്കാണ്ട് അന്നാന്ന് നോക്കിയിട്ട് പോവാം കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പോൾ ഓക്കെ, സീ യു ദെൻ ടുമോറോ. ഓക്കെ.